ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ബജരംഗ് ദളും VHPയും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഭരണകർത്താക്കൾക്കാണ് ഉത്തരവാദിത്വമെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദളും അതുപോലെ VHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം നമുക്കറിയാം. കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദപ്പെട്ടവർ. ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ വിമർശനത്തിന് പിന്നാലെ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അനുനയ നീക്കവും ഉണ്ടാവുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവലോകം അരമനയിലെത്തി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, തുടർച്ചയായി ഉണ്ടാവുന്ന അതിക്രമങ്ങൾ ഏറ്റവും ഒടുവിലായി മുംബൈയിൽ നമ്മൾ കണ്ടതാണ്. ഓർത്തഡോക്സ് സഭാ നേതൃത്വം അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഈ അതിക്രമങ്ങൾ പള്ളിക്കകത്തേക്കെത്താൻ ഇനി കാലതാമസമില്ല എന്ന രീതിയിൽ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയാണ്. അതിനിടയിലുള്ള BJP നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തെ എങ്ങനെ കാണണം ടോബി? തീർച്ചയായിട്ടും വലിയൊരു ആശങ്ക തന്നെയാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരുമായി വളരെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികളുമായി വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. പക്ഷേ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിൽ സമാനമായ രീതിയിലുള്ള പ്രതികരണം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും വന്നതാണ്. അന്നും കത്തോലിക്ക ബാവ സമാനമായ രീതിയിലുള്ള രൂക്ഷ വിമർശനം BJP സർക്കാർ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ. അതിലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉള്ളത്. ഈ പള്ളിക്ക് പുറത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് വൈകാതെ പള്ളിക്കുള്ളികളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ആശങ്ക തന്നെയാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെയാണ് കോട്ടയം പനയമ്പാലത്തുള്ള പള്ളിയിൽ, സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് ബാവ ഈ ഒരു പ്രസ്താവന നടത്തിയത്. എന്തായാലും അതിരൂക്ഷ വിമർശനവും ആശങ്കയും ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നേരത്തെയും സമാനമായ രീതിയിൽ BJP ചില അനുനയ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കോട്ടയത്തെത്തിയ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ, ഷോൺ ജോർജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അനൂപ് ആന്റണി ഉണ്ടായിരുന്നു, ഇവരെല്ലാം ചെന്ന് ഓർത്തഡോക്സ് ബാവയെ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ടായി. ദേവലോകം അരമനയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ച ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു. ഈ വിഷയങ്ങളെല്ലാം ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. TK, ശരി, മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കണം, അത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന് പിന്നാലെയാണ് BJPയുടെ അനുനയ നീക്കം ഉണ്ടാവുന്നത്. സഭാ നേതൃത്വവുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.